ഇതാണ് നിംബർ ഹോസ്പിറ്റൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ എന്നാണ് പേര്. പൈലറ്റ് സ്മിത്തിൻ്റെ ഒരു ഫാക്ടറി കണ്ടത് കണ്ടോ. ഇതാണ് പൈലറ്റ് സ്മിത്തിൻ്റെ ഹെഡ് ഓഫീസ്. ഇത് കല്ലേറ്റിങ്കരയിലാണ്. പിന്നെ കല്ലേറ്റിങ്കരയിൽ നിന്ന് കാറൊക്കെ വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടോ. ഇതാണ് ആരി പള്ളി വന്നത് കേട്ടോ. ഇതാണ് ശിവക്ഷേത്രം. ഇവിടെയാണ് പള്ളി വന്നത്. ഇതാണ് കല്ലേറ്റിങ്കര പള്ളി. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ കുഴിക്കാട്ടുശ്ശേരി അല്ലെങ്കിൽ ഈ കുണ്ടായി ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷനിലേക്ക് വരെയാണ് കേട്ടോ. വീര ഗൈസ്, അപ്പോൾ അതേ ആ കാണുന്നതാണ് നമ്മുടെ കുണ്ടായി ഹോസ്പിറ്റൽ. ഇവിടുന്ന് റൈറ്റ് പോയാൽ മദർ എന്താണ് മരിയ തെരേസയുടെ ശവകുടീരമുണ്ട് കേട്ടോ. വിശുദ്ധ മറിയം തെരേസയുടെ ശവകുടീരമുണ്ട്. കബറിയുടെ ഒക്കെ സ്ഥലം അതാണ് മറിയം തെരേസയുടെ ശവകുടീരമുള്ള സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ തെരേസ ഹോസ്പിറ്റൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇവിടെ ഉള്ളൊരു ഫേമസ് ഹോസ്പിറ്റലാണ് കേട്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇനി കുഴിക്കാട്ടുശ്ശേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അഷ്ടമിച്ചിറയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പാമ്പ് മേക്കാട്ടുമാനയുടെ ജംഗ്ഷൻ. ഓക്കെ, നോക്കാം, മുന്നോട്ട് പോയി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ കുഴിക്കാട്ടുശ്ശേരി കഴിഞ്ഞ് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് നമ്മുടെ അഷ്ടമിച്ചിറ ജംഗ്ഷനാണ്. അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയാൽ മാള, ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് അന്നമനട, കുറുന്നശ്ശേരി, അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടിനടുത്തുള്ള സ്ഥലം. എയർപോർട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഈ വഴിക്ക്. അപ്പോൾ ഹൈവേയിലൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഈ വഴിക്കൊക്കെ വന്ന് ഇതിൽ കൂടി കയറി, അന്നമനടയിൽ കൂടി കയറി, കുറുമശ്ശേരി കൂടി കയറി നമ്മുടെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. അപ്പോൾ എയർപോർട്ടിനടുത്തുള്ള ഒരു ഹൈവേയിലോട്ട് നമുക്ക് കയറാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് അങ്കമാലിക്ക് എറണാകുളം നേരെ പോകാൻ പറ്റും. അപ്പോൾ ഇതേ ആ കാണുന്നത് ആ ചെറിയ പട്ടണമാണ് നമ്മുടെ അഷ്ടമിച്ചിറ. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കൊടുത്തേക്കുന്നുണ്ട് അഷ്ടമിച്ചിറ. അപ്പോൾ ഇത് മാള, നേരെ പോയ മാള, ലെഫ്റ്റ് പോയാൽ ചാലക്കുടി. പക്ഷേ അത് കഴിഞ്ഞിട്ട് അടുത്ത ബോർഡ് കേട്ടോ, അത് അന്നമ്മനടയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഈ നേരെ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ 2 വഴിയുണ്ട്. അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് പോയാൽ ചാലക്കുടി, നേരെ പോയാൽ ഈ അന്നമ്മനട, കുറുമശ്ശേരിയൊക്കെ കേട്ടോ. അപ്പോൾ അഷ്ടമിച്ചിറ ടൗൺ ഇങ്ങനെ ഉറക്കത്തിൻ്റെ എണീക്കണുള്ളൂ. ഷോപ്പുകളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. 24 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സ്തംഭാളൂർ ചർച്ച് വരുന്നത് ഈ ലെഫ്റ്റ് പോകുമ്പോഴാണ്. സ്തംഭാളൂർ ചർച്ച് വരുന്നത് ഈ ലെഫ്റ്റ് പോകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ സൈക്കിൾ യാത്രികരായത് കാരണം ഓട്ടോറിക്ഷക്കാരും അതുപോലെ കാറ്, ബസ് അവരൊക്കെ നമുക്ക് കൺസെഷൻ തരണം കേട്ടോ. അവർ നമ്മുടെ സൈഡ് ഒതുക്കി നമുക്ക് മുന്നിലോട്ട് കയറി പോകാനുള്ള അവസരമൊക്കെ തരുന്നുണ്ട്. ആരും അങ്ങനെ ഇടിച്ച് കയറി വരുന്നില്ല. അപ്പോൾ നമ്മൾ അഷ്ടമിച്ചിറ ജംഗ്ഷൻ അല്ലെങ്കിൽ അഷ്ടമിച്ചിറ ടൗണിലൂടെ അങ്ങോട്ട് പോവുകയുണ്ട്. അഷ്ടമിച്ചിറയും ഒരു എന്താണ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് പോകാനുള്ളൊരു വഴിയുണ്ട്. ആ റൈറ്റ് പോയാൽ പുത്തഞ്ചിറ പോകാം, നേരെ പോയാൽ മാള. അഷ്ടമിച്ചിറയിൽ 2 പമ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു പമ്പ്, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് കാണുന്നത് മറ്റൊരു പമ്പ്. അങ്ങനെ 2 പമ്പുണ്ട്. രാവിലെ ആയത് കാരണം വണ്ടികളുടെയൊക്കെ തിരക്ക് ഇനി പോപ്പെടാൻ തുടങ്ങി. ഇന്ന് ശനിയാഴ്ച ആയത് കാരണം ബീഫ് സ്റ്റാളിലൊക്കെ നല്ല തിരക്കുണ്ട്. നാളെ ഞായറാഴ്ചയാണ്. അപ്പം ഇന്ന് ബീഫൊക്കെ മേടിച്ച് വെച്ചാൽ നാളെ ഹോളിഡേ നന്നായിട്ട് ആഘോഷിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കണം, സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കണ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവർക്ക് ഒരുപാട് സ്റ്റാച്ചു കേട്ടോ, വെറൈറ്റി സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് അവർക്ക്. അങ്കമാലി ആ ഭാഗത്തും അവരുടെ ഡിസ്പ്ലേ ഷോപ്പ് ഉണ്ട്. പക്ഷെ അതിൻ്റെ
കൺസ്ട്രക്ഷനും അതിൻ്റെ ഫാക്ടറിയൊക്കെ വന്നത് ഈ ഭാഗത്താണ്. കുറച്ചും കൂടി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രതിമകളൊക്കെ ഒരു മേളമാണ് അവിടെ. അപ്പോൾ ആ ഷോപ്പിലായിരുന്നു ഞാൻ പറഞ്ഞ ഈ പ്രതിമകളെയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ അവരുടെ ഒരു ഡിസ്പ്ലേ സെൻറ്റർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്കമാലി ഭാഗത്ത് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ കയറ്റം കയറി ചെല്ലണത് നമ്മുടെ പാമ്പും മൈക്കാട്ട് മന എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയാലാണ് ഈ പാമ്പും മൈക്കാട്ട് മന പറഞ്ഞത്. നമുക്ക് അവിടെയും കൂടി പോയിട്ട് അതും കൂടി ഒന്ന് കാണാം. ഗൈസ്, അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോകുമ്പോഴാണ് നമ്മുടെ ഈ പാമ്പും മൈക്കാട്ട് മന വന്ന കേട്ടോ. ആ ബസ് പോണ വഴി പോണേ. അപ്പം നമുക്കൊന്ന് തിരിഞ്ഞ ആ വഴി ഒന്ന് പോയിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വഴി നേരെ പോയാലാണ് നമ്മുടെ പാമ്പും മൈക്കാട്ട് മന വന്നത്. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. പാമ്പുകളുടെ വെച്ചിട്ടുള്ള ഒരു ടെമ്പിളായിരിക്കാം. നാഗദൈവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെമ്പിൾ, ഒരു ക്ഷേത്രമായിരിക്കാം ഈ പാമ്പും മൈക്കാട്ട് മന. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. റോഡൊക്കെ നല്ല റോഡാണ് കേട്ടോ, നല്ല ടാറൊക്കെ ചെയ്ത്. ഇവിടെ മാള സിവിൽ സ്റ്റേഷൻ ഇവിടെയാണ് വന്നത്. ലെഫ്റ്റിൽ കണ്ടതാണ് മാള സിവിൽ സ്റ്റേഷൻ. എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഭയങ്കര മോശം ബ്രേക്കാണ്. ഇതിൻ്റെ റിമ്മ് മാറ്റണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. റിമ്മ് മാറ്റിയാലാണ് നല്ല ബ്രേക്ക് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ച് മോശം ബ്രേക്കിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഗൈസ്, ഇവിടെ ഒരു ബോർഡൊക്കെ കണ്ടോ, പാമ്പും മൈക്കാട്ടും മന. അപ്പോൾ ഇതൊരു നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടകൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാമ്പ് മൈക്കാട്ട് മനയുടെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റൂല, പക്ഷെ പുറമേ നിന്നിട്ട് കാണാം കേട്ടോ. ഹിന്ദുക്കൾക്കൊക്കെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ചെരുപ്പ് ഊരിടണം. നമ്മൾ ചെരുപ്പൊക്കെ ഊരിട്ട് ഉള്ളിലേക്ക് കിടക്കണം. ഇതാണ് കേട്ടോ, ഇതിൻ്റെ കവാടമാണ് കേട്ടോ, പ്രവേശന കവാടമാണ്. ഈ പ്രവേശന കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1178 ആണ്ട് തുലാമാസം 24 2002 നവംബർ 10 കമാനം പുതുക്കി പണിത്. അപ്പോൾ ഈ കമാനം പുതുക്കി പണിത ഒരു ഡേറ്റാണ് കാണുന്നത് കേട്ടോ. സർപ്പത്തിൻ്റെ ഒരു ടെമ്പിളാണ്. മതിലിലൊക്കെ കണ്ടോ സർപ്പത്തിൻ്റെ പ്രതിമകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു കിണറാണെന്ന് തോന്നുന്നു, പഴയൊരു കിണറാണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഒരു പാമ്പ് വന്നിരിക്കുന്ന പോലെ ചെയ്തേക്കാണ്, സംരക്ഷിച്ചേക്കാണ് കേട്ടോ. ഇവിടെ അകത്തേക്കുള്ള പ്രവേശന ദിവസങ്ങളാണ് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ. നമുക്ക് ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ മനയുടെ അകത്തേക്ക് പ്രവേശിക്കാം കേട്ടോ. മനയുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഷർട്ട്, ബനിയൻ, കൈലി എന്നിവ ധരിച്ച് അകത്തേക്ക് പ്രവേശിക്കാം. നമ്മളിവിടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഐറ്റംസോ ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. പുളിയാണ്, പുളിമരത്തിൻ്റെ ചുറ്റിന് ഇതാണ് പാമ്പ് മൈക്കാട്ട് മന. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അവിടെ കാണുന്ന അമ്പലത്തിൽ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ.
നല്ലൊരു കാവും പരിസരവും ഒക്കെ കേട്ടോ, വളരെ ശാന്തമാണ്. നല്ലൊരു ശാന്തത നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് പക്ഷികളുടെ കളകളാരവും ശാന്തതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, അതുപോലെ തന്നെ മരങ്ങൾ, ചുറ്റിനും ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് മരങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ പക്ഷികളുടെ നല്ല ആരവം കേൾക്കാം. പിന്നെ ഒരുപാട് ആമ്പിൾ സ്പേസ് ഉണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ ആ പുറകിൽ കണ്ടതായിരുന്നു നമ്മുടെ മന. ആ മനയിൽ കയറാനുള്ള ദിവസങ്ങളുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രസാദമൊന്നും ഇവിടെ നിന്ന് വലിച്ചെറിയരുതെന്നോ അല്ലെങ്കിൽ മതിലുമേലൊക്കെ വെച്ചിട്ട് പോകരുതെന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ വെക്കുന്നത് കൊണ്ട് തന്നെ സർപ്പകോപം ഉണ്ടാക്കരുതെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഈ കാണുന്നതാണ്, എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ പാമ്പും മേക്കാട്ട് മന. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും നമുക്കിത് കയറാൻ പാടില്ല എന്നുള്ള ഒരു ഇതിൽ ഞാനങ്ങനെ കയറാറില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് ആ ചേട്ടനാണ് പറഞ്ഞാൽ കയറിക്കോ, വേറെ കുഴപ്പമില്ല, അകത്തേക്ക് പോയിട്ട് വീഡിയോ ഒന്നും എടുക്കരുത്, ചെരുപ്പിടരുത് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇതുകൊണ്ട് നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ, ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ വന്ന് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നല്ല രസമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാം. അപ്പോൾ സർപ്പകോപം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പാമ്പ് മേക്കാട്ട് മനയുണ്ട്. നല്ലൊരു സംഭവമാണ്, വളരെ ശാന്തമായിട്ടുള്ള ഹിന്ദു ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയ നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ. ഗൈസ്, അപ്പോഴത്തേ നമ്മൾ പാമ്പ് മേക്കാട്ട് മന കയറി. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു പോയാൽ നമുക്ക് നമ്മുടെ മാളയിലേക്ക് എത്താം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ജംഗ്ഷനിലേക്ക് എത്തണം. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയാൽ നമുക്ക് മാള, ലെഫ്റ്റ് പോയാൽ അഷ്ടമിച്ച. നാളൊക്കെ പാമ്പ് മേക്കാട്ട് മനയിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഗൈസ്, അപ്പതേ നമ്മള് മാള എത്താറായിട്ടോ, മാള എത്താറായി. മാള എത്തുമ്പോൾ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മണി ഇപ്പൊ 8 നമ്മള് 6:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. പിന്നെ ചില സ്ഥലത്തൊക്കെ ഒന്ന് നിർത്തി അവരുടെയൊക്കെ കയറിയൊക്കെയാണ് ഞങ്ങൾ വന്നതെങ്കിലും 8 മണിയായപ്പോഴേക്കും നമ്മള് മാളയിൽ എത്തിയിട്ടാ. അപ്പൊ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് മാള എത്തി. അപ്പൊ നിർത്താണ്ടൊക്കെ പോരാണെങ്കിൽ ചിലപ്പോ 1 മണിക്കൂർ കൊണ്ടൊക്കെ മാള എത്തോട്ടാ. അപ്പൊ അതേ മാളയിലേക്ക് നമ്മളിങ്ങനെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്.